മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് കുറ്റം പറയുക എന്നത്. നമ്മൾ കുറ്റം പറയാറുണ്ടോ? കുട്ടികളെ കുറ്റം പറയാറുണ്ടോ? കുട്ടിയെ കുറ്റം പറയണമെങ്കിൽ നിങ്ങൾ നിർത്തണം, കുറ്റം പറയാൻ പാടില്ല. അതിലുപരി വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞു പോകണോ? വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ മറ്റേ ഭദ്രകാളിയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. ഇങ്ങനെ വരട്ടെ, ഇങ്ങനെ അങ്ങോട്ട് കയറി അങ്ങോട്ട് വരുമ്പോ ചേട്ടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് റൂമിലോട്ട് കൊണ്ടിക്കേറ്റ് നിങ്ങളുടെ തള്ള ഉണ്ടല്ലോ അല്ലെ, നിങ്ങളുടെ തള്ളയെടുത്ത് പറയണം മര്യാദയ്ക്ക് ജീവിക്കാൻ. ആരെടുത്ത് പറയും? ഭർത്താവിനോട് പറയും. അതായത് ഈ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചായിരിക്കും പറയുന്നത്. ഇതിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഭർത്താവിന്റെ അമ്മയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ഓ കൊള്ളാം, അടിപൊളി, സൂപ്പർ, എന്റെ അമ്മ അടിപൊളി, പറയാമോ? അന്നത്തെ ദിവസം പിന്നെ സാമ്പാറിന് ഉപ്പ് കൂടുതലിടും അല്ലേ? ഇത് നിങ്ങൾ പറഞ്ഞ നൊന്ത് പ്രസവിച്ച ആ അമ്മയെ കുറിച്ച് ആ അമ്മ വളർത്തിയ മകനോട് പറയുമ്പോ ആ മകന് നിങ്ങളോട് വെറുപ്പായിരിക്കും. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, വെറുപ്പായിരിക്കും, ഒരിക്കലും ചെയ്യരുത്. പക്ഷെ ഈ കുട്ടി ഇത് കേട്ട് വളരുകയാണ്, ഈ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളും ഭർത്താവും കൂടെ പോയി വഴക്കിട്ട് അപ്പൊ ചെന്നിട്ട് മകനോട് പറയും, നിന്റെ ഒരു അച്ഛനുണ്ടല്ലോ, അങ്ങേര് കെട്ടി അന്ന് മുതൽ അങ്ങേര് കൊള്ളത്തില്ല. ഇതൊക്കെ ആരോട് പറയും? മകനോട് പറയും, കുറ്റം പറയും. ഇനി അച്ഛൻ ചെന്ന് പറയും, നിന്റെ അമ്മ അവള് വന്ന് കയറിയതോടുകൂടി സ്വസ്ഥതക്കേടായി എന്ന് അച്ഛൻ പറയും. ഇത് പെട്ടെന്ന് പറഞ്ഞു പോവാ, സമയത്ത് പറയേണ്ട കേസാ. പിന്നെ അതുപോലെ തന്നെ ഇതൊന്നുമില്ല വീട്ടിൽ, പിന്നെ അമ്മായപ്പനൊന്നുമില്ല, ഇവര് രണ്ടുപേരേ ഉള്ളൂ. ഇവരൊന്നും ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ട്. ചേട്ടൻ കയറി വന്നിരിക്കുമ്പോ ചേട്ടനെ പോയി ഞോണ്ടും. ചേട്ടാ, അത് അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ ജാനം ഉണ്ടല്ലോ, അപ്പുറത്തെ സതീശൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പുറത്തെ വീട്ടിലെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാര് കേട്ടോണ്ടിരിക്കും? നമ്മുടെ മക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മക്കളുടെ മൈൻഡ് നെഗറ്റീവ് കൊണ്ട് നിറയും. ആ നിങ്ങൾക്ക് ആരെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാത്രം പറയാ. കുഞ്ഞുങ്ങളെ മാക്സിമം അവിടെ നിന്ന് എന്ത് ചെയ്യാ, ഒഴിവാക്കുക. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചൊന്നും പറയാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യരുത്, കുറ്റം പറയാൻ പാടില്ല.